വെൽക്കം തായ്മാനാണ്. ഇത് ടാർഗറ്റഡ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് വീഡിയോ സീരീസിലെ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു വലിയ ക്യാൻവാസിലുള്ള ടോപ്പിക്കാണ്, ഡൈവേഴ്സ് ടോപ്പിക്കാണ്. മാത്രമല്ല ഇത് കോംപ്ലക്സ് കൂടിയാണ്. മരുന്നിന്റെ പേരുകൾ തന്നെ ഒന്ന് മനഃപ്പാഠമാക്കാൻ കുറച്ച് സമയമുണ്ട്. മിക്കവാറും എല്ലാം തന്നെ പുതിയ മരുന്നുകളാണ് ദിവസവും പുറത്തു വരുന്നത്. ഒന്നും ഡെയിലി റൂട്ടീനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളും അല്ല. മരുന്നുകളെല്ലാം തന്നെ ഹൈലി സ്പെസിഫിക് ആണ്. മിക്കവാറും ലാസ്റ്റ് റിസോർട്ട് ടൈപ്പ് ഓഫ് ഡ്രഗുകളായിട്ടായിരിക്കും ഉപയോഗിക്കുക. പക്ഷെ എല്ലാം ആന്റി ക്യാൻസർ ഡ്രഗ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അധികം മരുന്ന് ഇറങ്ങുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ ഗ്രൂപ്പിലായിരിക്കും, ആന്റി ക്യാൻസർ ടാർഗറ്റഡ് ഗ്രൂപ്പിലായിരിക്കും മരുന്നുകൾ. മിക്കവാറും ഇതെല്ലാം നാളെയുടെ പ്രധാനപ്പെട്ട മരുന്നുകളുമായിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ ഈ ടാർഗറ്റഡിൽ എന്തെല്ലാമാണ് പ്രധാന ടാർഗറ്റ്, അപ്പൊ അവയുടെ പ്രധാനപ്പെട്ട മരുന്നുകളും ആ പ്രമുഖ മരുന്നുകളും മാത്രമായിരിക്കും ഒന്ന് പറഞ്ഞു പോവാം. സോ വി വിൽ ക്ലാസിഫൈ ദ ടാർഗറ്റ്സ് ആൻഡ് വി വിൽ ഡിസ്കസ് ഫ്യൂ ഡ്രഗ്സ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഡിയോ അരമണിക്കൂറിൽ പോലും തീരില്ല. സോ ഓരോ ഗ്രൂപ്പ് കഴിയുന്നതും ഓരോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓൾറെഡി ഞാൻ ഇമ്മ്യൂണോതെറാപ്പി അത് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞു. സോ ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകളെ നമ്മൾ ബ്രോഡ്ലി മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒന്ന് സൈറ്റോടോക്സിക് ഡ്രഗ് ആണ്. സൈറ്റോടോക്സിക് ഡ്രഗ് ഇതാണ് പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ. റൂട്ടീനിലായിട്ട് ഉപയോഗിക്കുന്നത് മരുന്നുകൾ സൈറ്റോടോക്സിക് ഡ്രഗുകളാണ്. രണ്ടാമത്തത് ഹോർമോൺസ് ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ് ആണ്. ഹോർമോൺസ്. സോ ഇത് ഹോർമോൺ സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലാണ് ഇത്തരം മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുക. എന്നാലും ധാരാളം മരുന്നുകൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടാർഗറ്റഡ് ആന്റി ക്യാൻസർ ഡ്രഗ്സ്. കോശങ്ങളെ നശിപ്പിക്കുന്നതും ഹോർമോണുകൾ അല്ലാത്ത, സോ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് സൈറ്റോടോക്സ്. ഹോർമോണുകൾ അല്ലാത്ത, സോ ഇതും അല്ലാത്ത ക്യാൻസർ മരുന്നുകളെയാണ് നമ്മൾ ടാർഗറ്റഡ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് നമ്മൾ പറയും. സോ താരതമ്യേന പുതുതാണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവയുടെ സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം പറയാവുന്നത് ഈ മരുന്നുകൾ എല്ലാം പ്രവർത്തിക്കുന്നത് വളരെ സ്പെസിഫിക് ആണ് എന്നുള്ള. ദേ ആർ ഹൈലി സ്പെസിഫിക്. അവയുടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റുകളിൽ മാത്രമാണ് ഇവ പ്രവർത്തിക്കുക. ക്യാൻസർ ബാധിതമാവുന്ന കോശങ്ങളിലെ, സോ സ്പെസിഫിക് ടു ക്യാൻസർ സെൽസ്, ക്യാൻസർ സെല്ലിലെ തന്നെ ആ പ്രത്യേക ടാർഗറ്റിൽ മാത്രമായിരിക്കും ഇവ പ്രവർത്തിക്കുക. സോ ദേ ഹാവ് ഹൈ സ്പെസിഫിസിറ്റി. സോ ദേ ആക്ട് അറ്റ് സ്പെസിഫിക് ടാർഗറ്റ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് ഈ ടാർഗറ്റുകൾ മിക്കവാറും തന്നെ ഇൻട്രാ സെല്ലുലാർ ആയിരിക്കും. സെല്ലിന്റെ അകത്തുള്ള ടാർഗറ്റുകൾ ആയിരിക്കാം, അല്ലെങ്കിൽ ദ ടാർഗറ്റ് മേ ബി ഓൺ ദ സെൽ മെംബ്രെയിൻ. സോ ഇൻട്രാ സെല്ലുലാർ ആയിരിക്കാം, ഇൻട്രാ സെല്ലുലാർ ഓർ ഓൺ സെൽ മെംബ്രെയിൻ. ഇവിടെയുള്ള ടാർഗറ്റുകളിൽ മാത്രമായിരിക്കും ഡ്രഗ് വർക്ക് ചെയ്യുക. സോ ഇൻട്രാ സെല്ലുലാർ എന്ന് പറയുമ്പോൾ മരുന്ന് സെല്ലിനകത്ത് കടക്കണം. സെൽ ടാർഗറ്റിലാണെങ്കിൽ മരുന്ന് ഇവിടം വരെ എത്തുള്ളൂ, അതിന് സെല്ലിനകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ലായിരിക്കും. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ സെല്ലിനകത്തെ പ്രത്യേക സിഗ്നലിംഗ് പാത്വേ. സോ ധാരാളം സിഗ്നലിംഗ് പാത്വേസ് ഉണ്ട്. ഈ സ്പെസിഫിക് സിഗ്നലിംഗ് പാത്വേസിന്റെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ഈ ഡ്രഗുകൾ വർക്ക് ചെയ്യുക. ഇവിടെ പ്രവർത്തനം ഇവിടെയായിരിക്കും. ക്യാൻസർ കോശങ്ങളിൽ എന്തായിരിക്കും പ്രത്യേകത? ക്യാൻസർ കോശങ്ങളിൽ ഈ സ്പെസിഫിക് സിഗ്നലിംഗ് പാത്വേ ഭയങ്കരമായിട്ട് ഓവർ എക്സ്പ്രസ്ഡ് ആയിരിക്കും. സോ ദേ ആർ ആക്ടിങ് ഇൻ ദ ഓവർ എക്സ്പ്രസ്ഡ് സ്പെസിഫിക് സിഗ്നലിംഗ് പാത്ത്. സോ ഇതാണ് ഇവിടെ മറ്റൊരു സവിശേഷത. സോ നോർമൽ പാത്വേന ഓവർ എക്സ്പ്രസ്ഡ് ആയിരിക്കും ക്യാൻസർ സെല്ലുകളിൽ, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും ക്യാൻസർ വരുന്നത് തന്നെ. ഇനി നാലാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഭാഗം മരുന്നുകൾ വളരെ സ്പെസിഫിക് ആയിട്ട് പ്രത്യേക രോഗങ്ങളിലായിരിക്കും. സോ സ്പെസിഫിക് ഓൺ ക്യാൻസർ സെൽ എന്ന് പറയുമ്പോൾ സ്പെസിഫിസിറ്റി ക്യാൻസറിലും സ്പെസിഫിക് ആണ്. സോ എല്ലാ മരുന്നും എല്ലാത്തിലും, ഇപ്പൊ സൈറ്റോടോക്സിക് ആണെങ്കിൽ ധാരാളം ക്യാൻസറുകൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. ബിക്കോസ് ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് ലോട്ട് ഓഫ് സെൽ. നമ്മുടെ നോർമൽ സെല്ലിനെ നശിപ്പിക്കും. പക്ഷെ ഇവ അങ്ങനെയല്ല. ദേ ക്യാൻ ബി ഹൈലി സ്പെസിഫിക്. പ്രത്യേക ക്യാൻസറിന് മാത്രമായിരിക്കും ഉപയോഗിക്കുക. സോ ഒരു മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊരു ക്യാൻസറിന്റെ തന്നെ പല ഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങളിൽ മാത്രമായിരിക്കും ഇടപെടുക, അല്ലെങ്കിൽ എല്ലാത്തരം ക്യാൻസറുകളിലും ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. സോ ഒരു ക്യാൻസറിൽ ഫലം ഉണ്ടെങ്കിൽ മറ്റ് ക്യാൻസറുകളിലൊന്നും ഫലം ഉണ്ടാകണമെന്നില്ല. ഇഫ് ദ ടാർഗറ്റ് ഈസ് സെയിം, ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് രണ്ടു തരം ക്യാൻസർ ഉണ്ടാവണമെങ്കിൽ രണ്ടിലും ഫലം ഉണ്ടാകും, അല്ലെങ്കിൽ ദേ വിൽ ബി ആക്റ്റീവ് ഓൺലി ഇൻ വൺ സെലക്ടഡ് ടാർഗറ്റ്. അതാണ് നാലാമത്തെ പോയിന്റ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയാനുള്ളത്, ഈ മരുന്നുകൾ മിക്കവാറും പുതിയ മരുന്നുകൾ ഉപയോഗിക്കുന്നത് സാധാരണ ഉപയോഗിക്കുന്ന സൈറ്റോടോക്സിക്. സോ ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഫലമില്ലെങ്കിലോ, അല്ലെങ്കിൽ അവയ്ക്ക് ഗുണഫലം കുറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലോ, അതിന് നമ്മൾ പറയാ റിഫ്രാക്ടറി എന്ന് പറയാം, അല്ലെങ്കിൽ റിലാപ്സ്, വീണ്ടും തിരിച്ചു വരുന്ന ക്യാൻസറുകൾ. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലായിരിക്കും നമ്മൾ ഈ ഇത്തരം മരുന്നുകൾ ടാർഗറ്റഡ് ആന്റി ക്യാൻസർ ഡ്രഗ് ഉപയോഗിക്കുക. നമ്മൾ ക്യാൻസർ ആദ്യം കണ്ടുപിടിച്ചു, ഐഡന്റിഫൈ
ചെയ്തു. നമ്മൾ വി ആർ നോട്ട് തിങ്കിങ് ഓഫ് ടാർഗറ്റഡ് ആന്റി ക്യാൻസർ ഡ്രഗ് എക്സെപ്റ്റ് ഇൻ സ്പെസിഫിക് കേസസ്. ചില കേസിലൊക്കെ ഇപ്പോൾ ഇത് തന്നെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ കാരണം മിക്കവാറും തന്നെ എല്ലാം പുതിയ മരുന്നുകളാണ്. സോ ദേ ആർ യൂസ്ഡ് വിത്ത് കൺവെൻഷണൽ തെറാപ്പി ഓർ ദേ ആർ യൂസ്ഡ് വെൻ കൺവെൻഷണൽ തെറാപ്പി ഈസ് ഇൻഅഡീക്വേറ്റ്. പക്ഷെ ചിലതെങ്കിലും ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ്. ഇപ്പൊ ഇമാറ്റിനി പോലെയുള്ള ആ ഗ്രൂപ്പിൽ വരുന്ന ഡ്രഗുകളെങ്കിലും ചിലപ്പോൾ ഫസ്റ്റ് ലൈൻ ആയിട്ട് ഇപ്പോൾ CML ഒക്കെ ഉപയോഗിച്ചേക്കാം. അതർവൈസ് ദേ ആർ യൂസ്ഡ് ഓൺലി ഇൻ റിഫ്രാക്ടറി ഓർ ലാപ്സ്ഡ് കേസസ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ വേർഡ് ഈസ് ടാർഗറ്റ്. ഇതാണ് പ്രധാനപ്പെട്ട വാക്ക്. ടാർഗറ്റ് സ്പെസിഫിസിറ്റി ഈസ് ദ കീ വേർഡ്. ഇനി നമുക്ക് ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്ന ടാർഗറ്റുകൾ ഏതാണ് എന്ന് നോക്കാം. ഒന്ന്, ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു സെൽ വരയ്ക്കാം. ഇപ്പോൾ ഇതൊരു സെല്ലാണെങ്കിൽ ഇതിന്റെ സെൽ മെംബ്രെയിന്റെ പുറത്തുള്ള ചില മോളിക്യൂൾസ്. സോ മെംബ്രെയിനിലുള്ള ചില മോളിക്യൂൾസ്. സോ ഇത് ക്യാൻസർ സെല്ല് ഇങ്ങനെയുള്ള സാധനം അത്തരം മോളിക്യൂൾ, ഏത് മോളിക്യൂളാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അത്തരം മോളിക്യൂൾ കൂടുതലായിട്ടുണ്ടാവും. സാധാരണ സെല്ലിൽ അത്ര ഉണ്ടാവണമെന്നില്ല. ക്യാൻസർ സെല്ലായതുകൊണ്ട് അതിൽ കൂടുതലായിട്ട് ഉണ്ടായേക്കാം. സോ ഇത്തരം ഓവർ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ സോ സെല്ലിന് പുറത്തുള്ള മിക്കവാറും പ്രോട്ടീൻ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അവയെ ആന്റിജൻസ് എന്ന് വിളിക്കാം. ആന്റിജൻസ്. സോ ഇങ്ങനെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ക്യാൻസർ സെല്ലിൽ കൂടുതലായിട്ട് മാത്രം കാണപ്പെടുന്ന ഇവിടെ ആയിരിക്കും മരുന്നുകൾ വന്നൊട്ടിച്ചേരുക. സോ ഈ ടാർഗറ്റുകളെ നമ്മൾ CDs എന്നാണ് വിളിക്കുക. CDs. C for clusters of differentiation. Cluster of differentiation എന്നാണ് നമ്മൾ പറയുന്നത്. CD8 cells എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് അതാണ്. അതേപോലെയുള്ള ക്ലസ്റ്റേഴ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ് ആദ്യത്തെ ടാർഗറ്റ്. സോ മിക്കവാറും ഇതിൽ ഒട്ടിപ്പിടിക്കുന്ന മരുന്നുകൾ ഇത് നമ്മൾ ആന്റിജൻ എന്നാണ് പറയുന്നത്. ആന്റിജനിൽ ഒട്ടിച്ചേരുന്നത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് ആന്റിബോഡി വരയ്ക്കുക. സോ ദേ വിൽ ബി ആന്റിബോഡീസ് ആയിരിക്കും. സോ ഇങ്ങനെ ഒട്ടിച്ചേരുന്ന മരുന്നുകൾ മിക്കവാറും എല്ലാം തന്നെ മോണോക്ലോണൽ ആന്റിബോഡീസ് ആയിരിക്കും. മോണോക്ലോണൽ ആന്റിബോഡി ആയിരിക്കും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ മിക്കവാറും. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് CDs ഓർ ക്ലസ്റ്റേഴ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. സോ അതിൽ ഒട്ടിച്ചേരുന്നവ നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്നാണ് വിളിക്കുക. സോ ടാർഗറ്റ് ഈസ് CDs ആൻഡ് ഡ്രഗ്സ് ആർ മോണോക്ലോണൽ ആന്റിബോഡി. ഇനി ഇതൊരു CD ആണ്, മോണോക്ലോണൽ ആന്റിബോഡിയാണ് ഒട്ടിച്ചേരുന്നത് എന്ന് കരുതി എല്ലാം ആന്റി ക്യാൻസർ ആയിരിക്കണമെന്നില്ല. വേറെയും മോണോക്ലോണൽ ആന്റിബോഡീസ് ഉണ്ട്. ഇത്തരം CDകളിലൊന്നും പിടിക്കുന്നുണ്ട്. പക്ഷെ അത് ക്യാൻസറിനല്ല മറ്റു രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കുക. അതിൽ ചിലത് മാത്രമാണ് ക്യാൻസറിൽ ഉപയോഗിക്കുന്നത്. സോ എല്ലാ മോണോക്ലോണൽ ആന്റിബോഡിയും എല്ലാ CDയിൽ ഒട്ടിച്ചേരുന്നതും ആന്റി ക്യാൻസർ ഡ്രഗുകൾ അല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ടാർഗറ്റ് കാണാം. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട് നമുക്കറിയാം. ഈ ന്യൂക്ലിയസിന്റെയോ അല്ലെങ്കിൽ DNAയുടെയോ പ്രവർത്തനത്തെ ഏതെങ്കിലും രീതിയിൽ, അത് ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കാം, ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കാം, ഏതെങ്കിലും രീതിയിൽ റെഗുലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കും. സോ ഇതാണ് രണ്ടാമത്തെ മെയിൻ. സോ സംതിങ് വിച്ച് റെഗുലേറ്റ്സ് ഇന്റർഫിയർ വിത്ത് ദ റെഗുലേഷൻ ഓഫ് ന്യൂക്ലിയർ ഫംഗ്ഷൻ ഓർ സെല്ലുലാർ ഫംഗ്ഷൻ. സോ ഒന്ന്, ആദ്യത്തെ നമുക്ക് പ്രോട്ടോ ഓൺകോജീൻസ് എന്ന് എഴുതാം. പ്രോട്ടോ ഓൺകോജീൻ. ഓങ്കോ എന്ന് വെച്ചാൽ ക്യാൻസർ ആണ് നമുക്കറിയാം. ഓൺകോളജി ക്യാൻസർ. ഓങ്കോജീൻസ് മീൻസ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ജീൻസിനെയാണ് നമ്മൾ സാധാരണ ഓൺകോജീൻസ് എന്ന് പറയാം. ഗ്രോത്ത് അമിതമാവുന്നതാണ് ക്യാൻസർ. സോ ഇവിടെ ക്യാൻസറിൽ എല്ലാം അമിതമാണ് അല്ലെ. സാധാരണ രീതിയിൽ പ്രോട്ടോ ഓൺകോജീൻസ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ ക്യാൻസറിൽ ഇത് അമിതമാണ്. ഉദാഹരണത്തിന് ഒരു ഗ്രോത്ത് ഫാക്ടർ ഞാൻ എഴുതാം. എപ്പിത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ എൻഡോത്തീലിയൽ ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ ഓർ പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ എല്ലാം ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. സോ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സോ ഇത് ഗ്രോത്ത് ഫാക്ടർ ഇവിടെ വരുന്നു. ഓക്കെ, അവയുടെ റിസപ്റ്റർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ റിസപ്റ്ററോ. സോ ഇതിലേതെങ്കിലും ആയിരിക്കാം ടാർഗറ്റുകൾ. സോ ഇങ്ങനെയുള്ള ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഫാക്ടേഴ്സ്. സോ അത് വഴി പ്രോട്ടോ ഓൺകോജീൻസ് വർദ്ധിപ്പിക്കുമെങ്കിൽ അതിനെ തടയുന്ന മരുന്നുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സോ പ്രോട്ടോ ഓൺകോജീൻസിന്റെ ഓവർ എക്സ്പ്രഷൻ തടയുക എന്നുള്ളതാണ് ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്നുകളുടെ പ്രോട്ടോൺ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പുകൾ അത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ട്യൂമർ സപ്രസർ ജീൻസ് ആണ്. ട്യൂമർ സപ്രസർ ജീൻസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇത് വളർച്ച തടയുന്നവയാണ്. ട്യൂമർ സപ്രസിംഗ് ജീൻ എന്ന് വെച്ചാൽ പ്രോട്ടോ ഓൺകോജീൻസ് എന്ന് വെച്ചാൽ സെൽ ഡിഫറൻസിയേഷൻ, വളർച്ച 2 ആവുക 3 ആവുക, ഇത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ഇതിനെ തടയുന്ന എന്തെങ്കിലും പ്രോട്ടീനുകൾ അമിതമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മരുന്നുകൾ ഉപയോഗിച്ച് തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഫംഗ്ഷൻ നേരെയാകും. ഇതിന്റെ ഫംഗ്ഷൻ നേരെയാകുമ്പോഴത്തേക്കും അത് ക്യാൻസറിനെ തടയും. സോ ഓവർ എക്സ്പ്രഷൻ ഓഫ് സം ഫാക്ടേഴ്സ് വിച്ച് വിൽ ബി പ്രൊമോട്ടിംഗ് ട്യൂമർ, വിച്ച് വിൽ ബി ഇൻഹിബിറ്റിംഗ് ട്യൂമർ സപ്രസിംഗ്. സോ നെഗറ്റീവിന്റെ നെഗറ്റീവ് ആണ്. ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകാം. എങ്കിലും ഇങ്ങനെ തടസ്സപ്പെടുത്തുമ്പോഴത്തേക്കും ഓക്കെ, സോ ഇതിന്റെ ആക്ഷൻ കൂടുതലായിട്ട് കിട്ടും. സോ അങ്ങനെയുള്ള മരുന്നുകളാണ് ഒരു ടാർഗറ്റ്. മൂന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് DNA-യുടെ റിപ്പയറിംഗ് മെക്കാനിസം. DNA റിപ്പയറിംഗ് മെക്കാനിസത്തിൽ ഇടപെടുന്ന മരുന്നുകളാണ്. DNA-യുടെ റിപ്പയറിംഗ് മെക്കാനിസത്തിൽ ഇടപെടുന്ന ജനറ്റിക് ഓർ ജീൻസ് ആയിരിക്കും. സോ DNA ഇപ്പോൾ നമ്മുടെ സെൽ ഇത് ന്യൂക്ലിയസ്
മാത്രമാണ് നോക്കിയാൽ ഇതിനകത്ത് DNA ഉണ്ടെന്ന് വിചാരിക്കുക. ഈ DNA ഇരട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് റിപ്പയർ ചെയ്യാനായിട്ടുള്ള മെക്കാനിസം DNAയിലുണ്ട്. അതിനാണ് നമ്മൾ DNA റിപ്പയറിംഗ് മെക്കാനിസംസ് എന്ന് പറയാം. സോ DNA റിപ്പയറിംഗ് റെഗുലേറ്ററി പ്രോട്ടീൻസ് ഉണ്ട്. സോ ഇവയെ തടസ്സപ്പെടുത്തുന്ന പ്രോട്ടീനുകൾ, അവയെ തടസ്സപ്പെടുത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? DNA റിപ്പയറിംഗ് വേണ്ട എന്ന് സെൽ തീരുമാനിക്കും. DNA റിപ്പയർ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക? സെൽസ് നശിക്കും. നമുക്ക് അതാണ് വേണ്ടത്. ക്യാൻസർ സെല്ല് നശിക്കണം. അപ്പോൾ DNA റിപ്പയറിംഗ് മെക്കാനിസം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഡ്രഗുകൾ നമുക്ക് ഉപയോഗിക്കും. നാലാമത്തത് അപ്പോപ്റ്റോട്ടിക് പാത്വേയിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളാണ്. അപ്പോപ്റ്റോട്ടിക് പാത്വേയിൽ പ്രവർത്തിക്കുന്ന മരുന്നാണ്. അപ്പോപ്റ്റോസിസ് എന്താന്ന് വെച്ചാൽ ഒരു സെല്ല് സ്വയം നശിക്കാൻ തീരുമാനിക്കുന്നതാണ് അപ്പോപ്റ്റോസിസ് എന്ന് പറയും. ഇപ്പോൾ DNA ഒക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ സെൽ അപ്പോഴേ തീരുമാനിക്കും, ഓക്കെ ലെറ്റസ് ഡൈ എന്ന് തീരുമാനിക്കുന്നതാണ് ഈ അപ്പോപ്റ്റോട്ടിക് മെക്കാനിസം. സോ സാധാരണ DNA റിപ്പയറിംഗ് മെക്കാനിസത്തിലൊക്കെ തടസ്സം വരുമ്പോഴാണ് അപ്പോപ്റ്റോട്ടിക് പാത്വേ ആക്ടിവേറ്റഡ് ആവുക. സോ എന്തെങ്കിലും കാരണവശാൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ മരുന്നുകൾക്ക് പറ്റിയാൽ, അല്ലെങ്കിൽ ഇതിനെ തടഞ്ഞു നിർത്തുന്ന എന്തെങ്കിലും ഇനാക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോപ്റ്റോട്ടിക് പാത്വേ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോപ്റ്റോട്ടിക് പാത്വേ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സെൽ ബിക്കംസ് ലൈസ്ഡ് ഓർ ഡെത്ത്. സെല്ല് നശിക്കും. സെല്ല് നശിക്കുന്നതാണ് നമുക്ക് ആവശ്യം. ബിക്കോസ് ക്യാൻസർ സെൽ ജീവിച്ചിരിക്കണം നമുക്ക് ആഗ്രഹമില്ല. സോ ഇതാണ് അടുത്ത ടാർഗറ്റ്. ഇനി ഇതെല്ലാം നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ടാർഗറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി തേർഡ് ടാർഗറ്റ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. സോ CDs ആയിരുന്നു ഒരു ടാർഗറ്റ്. പിന്നെ ഈ 4 തരം മെക്കാനിസത്തിൽ ആക്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ടാർഗറ്റ്. ഇനി മൂന്നാമത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ ക്യാൻസർ സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? അത് നമ്മുടെ തന്നെ സെല്ലുകളാണ്, നമ്മുടെ തന്നെ കോശങ്ങളാവുമ്പോഴത്തേക്കും ഇമ്മ്യൂൺ സിസ്റ്റത്തെ കാണുമ്പോഴത്തേക്കും ഹലോ ഓക്കെ ഇവിടുത്തെ തന്നെയാണോ അതെ എന്ന് പറഞ്ഞു പോവുകയായിരിക്കും. സോ ഇതിനെ നമ്മൾ ഇമ്മ്യൂണിവേഷൻ എന്നാണ് പറയാം. സോ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് ക്യാൻസർ സെല്ലാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഉള്ള മെക്കാനിസം. സോ അതിനെ നമ്മൾ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഇമ്മ്യൂൺ ഇവേഷൻ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്ന മരുന്നുകളെയാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റിംഗ് ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. സോ ഇങ്ങനെയുള്ള മരുന്നുകൾ. സോ ക്യാൻസർ കോശങ്ങളുടെ ഇമ്മ്യൂൺ ഇവേഷൻ തടയുന്ന മരുന്നുകളാണ് മൂന്നാമത്തെ ഉള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പ്. ഇനി നമുക്ക് ഓരോ ടാർഗറ്റുകൾ നോക്കാം. ആദ്യത്തെ ടാർഗറ്റ് നമ്മൾ പറഞ്ഞത് CDs ഓർ ക്ലസ്റ്റേഴ്സ് ഓഫ് ഡിഫറൻസിയേഷൻ എന്നാണ്. ക്ലസ്റ്റേഴ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ഓർക്കാൻ ക്യാൻസറിലുള്ളത് 19, 20, 22, 30 വെച്ച് തുടങ്ങുന്നതിൽ 30 ഉണ്ട്, 38, 50 വെച്ച് തുടങ്ങുന്നതിൽ 52 ഉണ്ട്, 56 ഉണ്ട്, പിന്നെ വേറൊരെണ്ണം 74. സോ ഇത്രയും CDs ആണ് പ്രധാനപ്പെട്ട ടാർഗറ്റ് ഫോർ ആന്റി ക്യാൻസർ ഡ്രഗ്സ്. സോ CDs ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതാണ് സെല്ലെങ്കിൽ ഇത് ന്യൂക്ലിയസ്. സോ CDs ഇവിടെ ആയിരിക്കും ഇരിക്കുക. സോ ഡ്രഗ്, നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഇവിടെ വന്നായിരിക്കും ബൈൻഡ് ചെയ്യുക. ഈ ഡ്രഗ് മിക്കവാറും മാപ്സ് ആയിരിക്കും, മോണോക്ലോണൽ ആന്റിബോഡീസ് ആയിരിക്കും. ഇതാണ് CD. ഈ CD ഓരോ ക്യാൻസറിലും വ്യത്യസ്തമായിരിക്കും. സോ CD19 ഉള്ള ക്യാൻസർ അല്ല CD20 ഉള്ള ക്യാൻസർ. സോ അങ്ങനെയൊക്കെ വ്യത്യസ്തമായിരിക്കും. ആൻഡ് മാബ് ആണ്. അപ്പൊ മാബുകളുടെ പേര് പെട്ടെന്ന് ഓർക്കാനായിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മാബ് ഞാൻ പറയാം, റിറ്റുക്സിമാബ് ആണ്. റിറ്റുക്സിമാബ്. പിന്നെ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഒക്രലിസുമാബ്. ഞാൻ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ക്യാൻസർ മാത്രമാണ് പറയുന്നത്. ദെൻ ഒബിനുറ്റുസുമാബ്, ടോസിറ്റുമോമാബ്. പണിയാണത് ഇച്ചിരി പഠിക്കാനായിട്ട്, ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക്. സോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്യാൻസർ മരുന്നുകളാണ്. ഇനി ഞാൻ ഇപ്പിലിമുമാബ്, നിവോലുമാബ് എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും ഇവിടെ വരുന്നതല്ല, അത് മാപ്സ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പിയിലൊക്കെ ആയിരിക്കും പഠിക്കും. ഇനി അടുത്ത ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞത് ക്യാൻ ബി ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ റിസപ്റ്ററിന്റെ ഉള്ളിലുള്ള ടൈറോസിൻ കൈനേസസ് എൻസൈംസ് അവിടെയുള്ള ഭാഗത്തൊക്കെ. ഇപ്പൊ ഉദാഹരണം, ഇത് ഒരു ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ ആണെന്ന് കരുതുക. ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ. സോ നമ്മൾ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റേഴ്സ് ആർ എൻസൈം കൈനേസ് ലിങ്ക്ഡ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ അവയ്ക്ക് ഇൻട്രാസെല്ലുലാർ ഡൊമൈൻ ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ഉണ്ട്. ഇവിടെ വന്നിട്ടായിരിക്കും ഗ്രോത്ത് ഫാക്ടർ വന്ന് പിടിക്കുക. ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഫാക്ടർ നമുക്കറിയാം. അതേപോലെയുള്ള ഇപ്പോൾ ഉദാഹരണം പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ, എപ്പിത്തീലിയൽ ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ, ഇതൊക്കെയാണല്ലോ. ഇവിടെ ഒന്ന് പിടിക്കുമ്പോൾ ഇവിടെയാണ് നമ്മൾ അതിന്റെ ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ഡൊമൈൻ ഉള്ള ടൈറോസിൻ കൈനേസ് ഒക്കെ ഉള്ള ഭാഗം. സോ 1 EGF ഓർ അതിനെ ആദ്യത്തെ നമുക്ക് പറയാവുന്നത്, ഞാൻ ഫുൾ അതിന്റെ എല്ലാം എന്തൊക്കെയാണെന്നൊന്നും പറയുന്നില്ല. EGF റിസപ്റ്റർ എപ്പിത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ ആണ്. അതിലൊന്നാണ് HER1
ടു എന്നൊക്കെ പറഞ്ഞ ഫേമസ് ആണ് അത്. അതിന്റെ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ് പോലെയുള്ള മരുന്നുകൾ. സോ അങ്ങനെയുള്ള മരുന്നുകൾ പറയുകയാണെങ്കിൽ ഫേമസ് എക്സാമ്പിൾ സെറ്റുക്സിമാബ് ആണ്. സെറ്റുക്സിമാബ്. ദെൻ ട്രാസ്റ്റുസുമാബ് ആണ് അനദർ. സോ അതെല്ലാം ഇവിടെ വന്നായിരിക്കും പിടിക്കുക. ഓക്കെ, സോ ദേ ആർ ബൈൻഡിങ് ഹിയർ. മാബ് ആകുമ്പോഴത്തേക്കും ഇവിടെ വന്ന് പിടിക്കുന്നതായിരിക്കാം. ദെൻ ഇതിന്റെ തന്നെ ടൈറോസിൻ കൈനേസ് ആണെങ്കിൽ സെല്ലിനകത്ത് മരുന്ന് വന്ന് ഇവിടെ കയറിയിട്ടായിരിക്കും പിടിക്കുക. അപ്പോൾ അത് ചെറിയ മോളിക്യൂൾസ് ആയിരിക്കും. അപ്പൊ അതിന്റെ പേരുകൾ വേറെയാണ്. എർലോട്ടിനിബ് ആണ് ഒരു എക്സാമ്പിൾ. ദെൻ അടുത്ത രണ്ടാമത്തത് വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ ആണ് VEGF. അതല്ലെങ്കിൽ VEGFന്റെ റിസപ്റ്റർ, VEGF R റിസപ്റ്റർ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇത് VEGF റിസപ്റ്റർ ആണെങ്കിൽ ഒന്നുകിൽ ഇവിടെ പിടിക്കാം അല്ലെങ്കിൽ ഇവിടെ പിടിക്കാം. അതിന്റെ ടൈറോസിൻ കൈനേസ് അവിടെ പിടിക്കാവുന്ന മരുന്ന്. ഇപ്പൊ പുറത്ത് പിടിക്കുന്നതാണെങ്കിൽ ഇത് VEGF ആണെങ്കിൽ പിടിക്കാവുന്ന ഒരു മരുന്നിന്റെ പേര് ബെവാസിസുമാബ് ആണ്. ബെവാസിസുമാബ്. ഇതിന്റെ അകത്ത് പിടിക്കുന്ന ഇവിടെ പിടിക്കുന്നതാണെങ്കിൽ ആ മരുന്നുകളുടെ പേര് ലെൻവാറ്റിനിബ് ആണ്. ലെൻവാറ്റിനിബ് ഒരു മരുന്ന് എഴുതാം. ദെൻ കുറെ കൂടി ഫേമസ് സുനിറ്റിനിബ് ആണ്. സുനിറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന്. ദെൻ വേറെ ഒരെണ്ണമുള്ളത് BCR-ABL ടൈറോസിൻ കൈനേസ് ആണ്. BCR മൂന്നാമത്തത് വളരെ ഫേമസ് ആണ്. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിലൊക്കെ നമ്പർ 1 ആണ്. അതിന്റെ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ ഫേമസ് ഏതാണ്? ഇമാറ്റിനിബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഡാസാറ്റിനിബ് പോലെയുള്ള മരുന്നുകളാണ്. ഇനി വേറൊരെണ്ണം, ഇത് മൂന്നാമത്തെയാണ് പറഞ്ഞത്. നാലാമത്തെ പറയുകയാണെങ്കിൽ ALK എന്ന് വെച്ചാൽ അനാപ്ലാസ്റ്റിക് ലിംഫോമ കൈനേസ് ആണ്. സോ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ എക്സാമ്പിൾ കൈനേസ് ഇൻഹിബിറ്റർ ആണ് ക്രിസോറ്റിനിബ് ആണ്. ക്രിസോറ്റിനിബ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ALK പറഞ്ഞു. ഇനിയും വിവിധ തരത്തിലുള്ള മൾട്ടി കൈനേസ് ആണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ചേർന്നായിരിക്കാം അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കാം. സോ വൺ ഈസ് റെറ്റ് എന്ന് പറയുന്ന ഒരു കൈനേസ്. ദെൻ FLT3 എന്ന് പറയുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ അവയുടേത്, അല്ലെങ്കിൽ ബ്രൂട്ടോൺ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ, ജാനസ് കൈനേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ബ്രൂട്ടോണിന്റെ ഒരു എക്സാമ്പിൾ പറയാനുള്ളത് ബ്രൂട്ടോൺ ആകുമ്പോൾ ഇബ്രുറ്റിനിബ് എന്നാണ്. ഇബ്രുറ്റിനിബ്. ഓക്കെ, ഇനി ജാനസ് കൈനേസിന് പറയാനുള്ളത് ജാനസ് കൈനേസ് ആണെങ്കിൽ റുക്സോ ലിറ്റിനിബ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഇനി മൾട്ടി കൈനേസ് എല്ലാം കൂടി തടയുന്ന ഒരു മരുന്നുകൾ പേരെ പറയുകയാണെങ്കിൽ ഫെനിബ് എന്ന് പറയുന്ന മരുന്നാണ്. ദെൻ വാൻഡറ്റാനിബ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. കാർബോസാനിറ്റിബ് എന്ന് പറയുന്ന മരുന്നുണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദ നെയിംസ്. അറ്റ്ലീസ്റ്റ് കുറച്ച് പേരുകൾ സെറ്റുക്സിമാബ് ഓർത്തിരിക്കാം, ബെവാസിസുമാബ് ഓർത്തിരിക്കാം. ദെൻ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇമാറ്റിനിബ് ആൻഡ് ഡാസാറ്റിനിബ് പോലെയുള്ള വേറെ ഉണ്ട് കേട്ടോ മരുന്നുകൾ. ദെൻ ഇവയിലൊക്കെ ഏതെങ്കിലൊക്കെ ഓരോന്ന് ഓർത്തിരിക്കും. ഇനി ഞാൻ പറയുന്നത് സെല്ലിന്റെ അകത്തുള്ളതാണ്. സെല്ലിന്റെ അകത്ത്. സോ സപ്പോസ് ദിസ് ഈസ് ദ സെൽ. ഇത് സെല്ല്, ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ന്യൂക്ലിയസിനകം വരെ പോകുന്ന ഒരുപാട് ഇൻട്രാസെല്ലുലാർ സിഗ്നലിംഗ് പാത്വേസ് ഉണ്ട്. ഇൻട്രാസെല്ലുലാർ സിഗ്നലിംഗ് പാത്വേസ്. ഈ പാത്വേയുടെ എവിടെയെങ്കിലൊക്കെ തടയുന്ന മരുന്നായിരിക്കും. സോ ആദ്യം നിങ്ങൾ ഇൻട്രാസെല്ലുലാർ സിഗ്നലിംഗ് പാത്വേസ് ഏതൊക്കെയാണെന്ന് അറിയണം. ഓക്കെ, അതൊന്നും ഇപ്പൊ മൊത്തം പറഞ്ഞു പോകാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഓരോ പാത്വേസ് പറയും. ദെൻ അതിനുപയോഗിക്കുന്ന മരുന്നുകൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയും. ഒന്ന് റാസ് ആണ്. റാസിനെ തടയുന്ന മരുന്നുകൾ എന്ന് വെച്ചാൽ ഫേമസ് സോട്ടോ റാസിബ് എന്ന് പറയുന്ന മരുന്ന് റാസ്. ദെൻ റാഫ് മെപ് കൈനേസ് എന്നൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് വേഗം കത്തും. റാഫിനെ തടയുന്ന മരുന്നുകൾ കെറാസ്, എൻറാസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റാസുകളുണ്ട്. ഓക്കെ, ഫേമസ് മരുന്ന് സൊറാഫെനിബ് എന്ന് പറയുന്ന മരുന്നാണ്. സൊറാഫെനിബ്. ദെൻ ലാപാറ്റിനിബ് എന്ന് പറയുന്ന മരുന്നും കേട്ടിട്ടുണ്ടാവാം പലരെങ്കിലും. ദെൻ മെക് കൈനേസ്, അതിനെ തടയുന്ന മരുന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രെമറ്റിനിബ് ഉണ്ട്. ദെൻ കോബിമെറ്റിനിബ്. ഇനി വേറെ കേട്ടിട്ടുണ്ടാവുന്ന PI3 AKT mTOR പാത്വേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. PI3 AKT mTOR പാത്വേ. ഈ പാത്വേയിൽ PI3യെ തടയുന്ന മരുന്നുകൾ പറയുകയാണെങ്കിൽ ഇഡിലാലിസിബ് എന്ന് പറയുന്ന മരുന്നാണ്. ഓക്കെ, ദെൻ mTOR കുറച്ചും കൂടി ഫേമസ് ആണ്. mTOR പാത്വേ തടയുന്ന മരുന്നുകൾ എന്ന് വെച്ചാൽ എവറോലിമസ്, ടാക്രോലിമസ്, സിറോലിമസ് അങ്ങനെയൊക്കെയുള്ള മരുന്നാണ്. ടാക്രോലിമസ് പോലെയുള്ള മരുന്നുകൾ. ഇനി വേറെ ഒരുപാട് പാത്വേസ് ഉണ്ട്. അതിൽ ഓരോന്ന് പറയാം. ഒന്ന് CDK 4 and 6 അതിനെ തടയുന്ന മരുന്നുകൾ. CDK എന്ന് വെച്ചാൽ സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. സെൽ ഡിപ്പെൻഡന്റ്, സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസുകളാണ്. ഓക്കെ, അതിന്റെ ഫേമസ് മരുന്ന് ഒരെണ്ണം പാൽബോ, സിക്ലിപ്. എല്ലാം സിക്ലിപ്പിലായിരിക്കും അവസാനിക്കുക. ദെൻ ഇതൊരു ഗ്രോത്ത് ഫാക്ടർ പോലെയുള്ള സാധനമാണ്. GD2 പറയുന്ന തടയുന്ന മരുന്നുകൾ ഡിനുടുക്സിമാബ്
മാബ് ആണ്. സോ അത് മാബ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് പുറത്തുള്ളതായിരിക്കും. ദെൻ PARP ഇൻഹിബിറ്റേഴ്സ് ആണ് അതിന് പറയാം. അതിൽ പ്രവർത്തിക്കുന്ന മരുന്നുകൾ പോളി ADP റൈബോസ് പോളിമറേസ് എന്നൊക്കെയാണ് അതിന്റെ ഫുൾ പേര്. എല്ലാം ഓർത്തിരിക്കുന്നെങ്കിലും PARP, ഒലാപാരിബ്, ഒലാപാരിബ്, എനിക്ക് തന്നെ പേരുകളൊക്കെ മാറിപ്പോകും. ദെൻ റുക്കാപാരിബ്, അനദർ വൺ. ദെൻ അനദർ ഉള്ളത് ഹെഡ്ജ് ഹോഗ് പാത്വേ എന്ന് പറയും. ഹെഡ്ജ് ഹോഗ് പാത്വേസ്, ഹെഡ്ജ് ഹോഗ് പാത്വേ ഇൻഹിബിറ്റേഴ്സ്, അതിന്റെ പേര് വിസ്മോഡെഗിബ് എന്നാണ്. വിസ്മോഡെഗിബ്. പിന്നെ ഒരെണ്ണം ഈസിയാണ്, സോനിഡെഗിബ് എന്നുള്ളതാണ്. പിന്നെ ഇത് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഹിസ്റ്റോൺ ഡി അസെറ്റിലേസ് ഇൻഹിബിറ്റേഴ്സ്. സോ അത് ബെലിനോസ്റ്റാറ്റ് എന്ന് പറയുന്ന മരുന്നാണ്. ഇനിയും വേറെ സ്റ്റാറ്റുകളുണ്ട്, പനാബിനോസ്റ്റാറ്റ്, അങ്ങനെയൊക്കെയുള്ള മരുന്നുകളുണ്ട്. തൽക്കാലം നമുക്ക് ഒരെണ്ണം വെച്ച് നിർത്താം. ദെൻ പ്രോട്ടിയോസോം ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ഏറ്റവും ഫേമസ് ബോർട്ടിസോമിബ് എന്ന് പറയുന്ന മരുന്നാണ്, ബോർട്ടിസോമിബ്. ദെൻ കാർഫിലോസോമിബ് ഉണ്ട്. ദെൻ ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ് ഞാൻ ഓൾറെഡി വീഡിയോ കഴിഞ്ഞതാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ അറ്റസോലിസുമാബ് ഉണ്ട്, ഇപ്പിലിമുമാബ് ഉണ്ട്, നിവോലുമാബ്, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ. എന്നാലും നിവോലുമാബ് എഴുതാം, പെട്ടെന്ന് എഴുതാം, നിവോലുമാബ് എന്നൊക്കെ എഴുതാം. ദെൻ അപ്പോപ്റ്റോട്ടിക് പാത്വേ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, അപ്പോപ്റ്റോട്ടിക് പാത്വേ ഇൻഹിബിറ്റേഴ്സ്. സോ ഫേമസ് മരുന്ന് വെനിറ്റോക്ലാക്സ് പോലെയുള്ള മരുന്നുകളാണ്. ദെൻ ഒരു ഇന്റർലൂക്കിൻസ് കൂടി പറഞ്ഞേക്കാം, ഇന്റർലൂക്കിൻസ്, ആൽഡി സ്ലൂക്കിൻ പോലെയുള്ള മരുന്ന്. സോ ഞാൻ ഇവിടെയൊക്കെ ഒരു മരുന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ഒരു മരുന്ന് മാത്രമല്ല, ഓരോന്നിൽ ഇപ്പൊ റാഫ് തന്നെ ആണെങ്കിൽ ഞാൻ പല പറഞ്ഞു, എൻറാസ്, കെറാസ്, അതിൽ തന്നെ വീണ്ടും സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പോകും. സോ അതുകൊണ്ടാണ് ഞാൻ കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞത്. കേൾക്കുന്നത് പോലെ ഈസി അല്ല, ഒട്ടും ഈസി അല്ല. ഓക്കെ, സോ ദീസ് ആർ ദ ഡ്രഗ്സ്. സോ നമ്മൾ ഇവിടെ എഴുതിയതെല്ലാം ഒരു പാത്വേ ആണ്. ഇതൊരു പാത്വേ ആണ്, ഇതൊരു പാത്വേ ആണ്, ഇതൊരു പാത്വേ ആണ്. ഇവിടെ എഴുതുന്നതെല്ലാം അതിന്റെ ഡ്രഗുകളാണ്. ഇതൊരു പാത്വേ ആണ്, പ്രോട്ടിയോസോം ഒരു പാത്വേ. ദെൻ ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ് ഒരെണ്ണം, അപ്പോപ്റ്റോസിസ് പ്രോസസ് തടയുന്നത്, CDK4 ഇൻഹിബിറ്റേഴ്സ്, GD2 ഇൻഹിബിറ്റേഴ്സ്, PARP2 ഇൻഹിബിറ്റേഴ്സ്, ഹെഡ്ജ് ഹോഗ്. സോ ഞാൻ ഇത്രയും എഴുതിയെങ്കിലും എഴുതാത്തതും ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും ഓരോ വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു പോവുക. ആദ്യം മിക്കവാറും നമ്മൾ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്, ഇമാറ്റിനി പോലെയുള്ള, അത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ അത് നമുക്ക് ആദ്യം പറഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകാം. സോ BCR-ABL കൈനേസ് ആയിരിക്കും നമ്മൾ അടുത്ത് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.